കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല BEd ഡിഗ്രി അഡ്മിഷൻ 2024 BEdൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, കോഴ്സ്, കാറ്റഗറി, അഡ്മിഷൻ തിയറി എന്നിവ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഓൾറെഡി ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇനി പഴയ കോളേജിൽ തുടരാനായിട്ട് സാധിക്കത്തില്ല. പുതുതായിട്ട് വന്ന അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലായിരിക്കണം നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൃത്യമായിട്ട് ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കാം. ഇനിയിപ്പം ഇതിലൊന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും സ്പോട്ട് അഡ്മിഷനും ഒക്കെ നടക്കും. ഇപ്പം ഓരോ വിദ്യാർത്ഥികൾ, അതായത് ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം അനുസരിച്ചാണ് ഇതൊക്കെ യൂണിവേഴ്സിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഒക്കെ നടക്കും. ഇതിനിടയിൽ തന്നെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ, മാനേജ്മെൻറ്റ് അഡ്മിഷനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അഡ്മിഷൻ എടുത്താൽ തന്നെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് കളയാതിരിക്കുക. മാക്സിമം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങളൊരു ഇനി വരുന്ന ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കിട്ടിയ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. സീറ്റ് വളരെയധികം കുറവാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്